നമസ്കാരം. ഒരു കാലത്ത് ലോകം ഭരിച്ചിരുന്നത് കത്തോലിക്ക സഭയായിരുന്നു. റോമിലെ പോപ്പായിരുന്നു ലോക ചക്രവർത്തി. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. പാശ്ചാത്യ ലോകത്തൊക്കെ ആദരവുണ്ടെങ്കിലും രാഷ്ട്രീയമായ യാതൊരു അധികാരവും പോപ്പിനില്ലാതായി. പാശ്ചാത്യ ലോകത്ത് കത്തോലിക്ക സഭ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കത്തോലിക്ക സഭയും ക്രൈസ്തവ വിശ്വാസവും ശക്തമായിരിക്കുന്നത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ്. പണ്ട് ക്രൈസ്തവ രാജ്യങ്ങളായിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും അവിശ്വാസികളാണ്. പിന്നെ അതിവേഗം പടർന്നു പിടിക്കുന്നത് ഇസ്ലാമും. അങ്ങനെ ക്രൈസ്തവ സഭ പ്രതിസന്ധിയിലേക്ക് മാറാൻ കാരണം പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയിൽ അധികാരികൾ കാട്ടിയ താല്പര്യമാണ്. അവർക്ക് ആത്മീയതയ്ക്കപ്പുറത്തേക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമായി, അധികാരത്തോട് താല്പര്യമായി. ഇന്ത്യയിൽ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് പരമ്പരാഗത ക്രൈസ്തവ സഭ ഏറ്റവും ശക്തമായിരിക്കുന്ന കേരളത്തിൽ പണ്ട് പാശ്ചാത്യ ലോകത്ത് സംഭവിച്ചതിൻ്റെ തനി ആവർത്തനം സംഭവിച്ചാൽ അതിശയിക്കേണ്ടതില്ല. എല്ലാ അർത്ഥത്തിലും പൊളിറ്റിക്കൽ അധികാരം കൈവശപ്പെടുത്തിയതോടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയും നിയന്ത്രിക്കാനുള്ള അധികാരം സ്വായത്തമാക്കിയതോടെ, സാമ്പത്തികമായി വലിയ വളർച്ച നേരിട്ടതോടെ ആത്മീയത പതിയെ പതിയെ സഭയെ ഒഴിഞ്ഞുപോയി. അതിൻ്റെ തുടർച്ചയാണ് തൃശ്ശൂർ രൂപതാധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തും അദ്ദേഹം ചെയർമാനായിരിക്കുന്ന തൃശ്ശൂർ ജൂബിലി ആശുപത്രി മാനേജ്മെൻറ്റും കേരളത്തിലെ നഴ്സിംഗ് സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളും നുണക്കഥകളും. ഒരു കർണത്തടിക്കുന്നവൻ്റെ മറുകരണം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കയ്യിൽ പിടിച്ചുകൊണ്ട് ലവലേശം ലജ്ജയില്ലാതെ വ്യക്തിഹത്യയും നുണപ്രചരണവും നടത്തി കുഞ്ഞാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചില അടിമകൾ മുന്നേറുന്നത്. സമരം നടത്തുന്ന നേഴ്സുമാരെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ജാസ്മിനെയും അവരെ പിന്തുണയ്ക്കുന്ന മറുനാടിനെയും അധിക്ഷേപിക്കാൻ പച്ചക്കള്ളങ്ങൾ അനുനിമിഷം കെട്ടിപ്പൊക്കി പ്രചരിപ്പിക്കുന്ന ഓരോ കുഞ്ഞാടും കൊല്ലരുതേ എന്ന 5-ാം പ്രമാണത്തിൻ്റെ ലംഘകരാണ് എന്ന് അവർ മനസ്സിലാക്കുമ്പോഴേക്കും അവരുടെ തലമുറ വിശ്വാസം ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കും. ഈ നുണക്കഥ പെരുപ്പിക്കാനാണ് ഇന്നലെ തൃശ്ശൂർ ടൗൺ ഹാളിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഒരു സമ്മേളനം നടത്തിയത്. ജിഹാദി എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നഴ്സിംഗ് സമൂഹത്തെയും അവരെ പിന്തുണയ്ക്കുന്ന മറുനാടിനെയും അധിക്ഷേപിക്കാൻ തൃശ്ശൂർ ടൗൺ ഹാളിൽ ജനസാഗരം ഒഴുകിയെത്തി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരമാവധി 700-800 പേരിൽ കൂടുതൽ ടൗൺ ഹാളിൽ കയറാൻ നിയമം അനുവദിക്കുന്നില്ലെന്നാണ്. പിന്നെ എങ്ങനെയാണ് ജനസാഗരം ഒഴുകിയെത്തിയത് എന്നത് ആദ്യത്തെ ചോദ്യമാണ്. മാത്രമല്ല, തൃശ്ശൂർ രൂപതയിലെ വിശ്വാസികൾ ജിഹാദികൾക്കെതിരെ സമരം പ്രഖ്യാപിക്കുമ്പോൾ തൃശ്ശൂർ നഗരം സ്തംഭിക്കേണ്ടതാണ്, ലക്ഷക്കണക്കിന് പേർ ഒഴുകിയെത്തേണ്ടതാണ്. കാരണം തറവാടി ക്രിസ്ത്യാനികളാണ് തൃശ്ശൂരിലുള്ളത്. യേശുക്രിസ്തുവിൻ്റെ തൊട്ടു പിന്നാലെ തോമാസ് ശ്ലീഹ കൊടുങ്ങല്ലൂരിലെത്തി സ്ഥാപിച്ച സഭയാണ് തൃശ്ശൂരിലെ ക്രൈസ്തവ സഭ. തൃശ്ശൂരിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആ പാരമ്പര്യത്തിൻ്റെ തൻ്റെ ഇടവും ആത്മാർത്ഥതയുമുണ്ട്. ആ വിശ്വാസത്തെ തകർക്കാൻ ജിഹാദികൾ രംഗത്തിറങ്ങിയാൽ, അതിനാരെങ്കിലും കൂട്ടുനിന്നാൽ ആ വിശ്വാസികൾ കൊടുങ്കാറ്റ് പോലെ ഒരുമിച്ച് കൂടേണ്ടതാണ്. പക്ഷേ എന്നിട്ടും ഇന്നലത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുക, ഏറിയാൽ 1000 പേർ എത്തിയിട്ടുണ്ടാവും. ഈ 1000 പേരെ എത്തിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും ബഹളം വെച്ചത്? ഈ 1000 പേരെയാണോ ജനസാഗരം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? നോക്കുക, തൃശ്ശൂരിൽ UNA കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കുറഞ്ഞത് ഒരു 20 തവണയെങ്കിലും 25,000-ഓളം നേഴ്സുമാരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ടൗൺ ഹാളിലേക്ക് നിങ്ങൾ വിശ്വാസികളോട് ഒഴുകിയെത്താൻ പറഞ്ഞപ്പോൾ നേഴ്സിംഗ് സമൂഹത്തോട് അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി ആളുകൾ എത്തുമായിരുന്നു. തൃശ്ശൂർ രൂപതയിലെ നേഴ്സുമാരും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഒരുമിച്ച് ചേർന്നാൽ ഇന്നലെ നിങ്ങൾ കൂട്ടിയതിൻ്റെ 10 ഇരട്ടി ആളെ കൂട്ടാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒരു സംഘർഷം പാടില്ല എന്ന നിലപാടുണ്ടായിരുന്നത് കൊണ്ട് ബോധപൂർവം അത് വേണ്ടെന്ന് വെച്ചു. എന്തിനാണ് നിങ്ങളിങ്ങനെ നുണക്കഥകൾ വീണ്ടും വീണ്ടും പറയുന്നത്? ഞാൻ ഞെട്ടലോടുകൂടിയാണ് മാർ ടോണി നീലങ്കാവിലിൻ്റെ പ്രസംഗം കേട്ടത്. മാർ ആൻഡ്രൂസ് താഴത്ത് ഡിസംബർ റിട്ടയർ ചെയ്യുമ്പോൾ തൃശ്ശൂർ രൂപതയുടെ പിന്തുണച്ചക്കാരനായി എത്തുന്ന മാർ ടോണിയാണ്. അദ്ദേഹം ഭേദപ്പെട്ട ഒരു മെത്രാനാണെന്നായിരുന്നു എൻ്റെ നിഗമനം. എന്നാൽ ഇന്നലെ അദ്ദേഹം ഒരു ഉളുപ്പമില്ലാതെ പച്ചക്കള്ളം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ചങ്ക് തകർന്നുപോയി. നേഴ്സിംഗ് സമരത്തിൻ്റെ പിന്നിലെ പിന്തിരിപ്പൻ ശക്തികളെ തുറന്നു കാട്ടി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം പറഞ്ഞുകൂട്ടുന്നത്. അദ്ദേഹം പറയുന്നു, ആശുപത്രി പ്രവർത്തനം സംഭവിച്ചു, രോഗികളുടെ ജീവൻ അപകടത്തിലാക്കി, എന്നിട്ട് പോലീസ് അവരെ അടിച്ചോടിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും പിതാവ് പറഞ്ഞു, അവരെൻ്റെ മക്കളാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കരുത്, അവരെ സ്നേഹിക്കണമെന്ന് അവരുടെ താഴത്തെ പിതാവ് പറഞ്ഞെന്ന്. എന്നിട്ട് പേടിച്ച് സമരം അവസാനിപ്പിച്ചോടിയെന്ന്. UNA അംഗങ്ങള് അവിടെ ഉപരോധിച്ചപ്പോൾ
ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ വന്നപ്പോൾ അഭിമന്യ പിതാവ് അവിടെ ആ വരാന്തയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്, അവര് ഞങ്ങളുടെ മക്കളാണ്, അവരെ അറസ്റ്റ് ചെയ്യരുത്, കേസും കൂട്ടവുമായിട്ട് അവരുടെ ഭാവി, എത്രയോ പേര് അതില് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അവരുടെ ഭാവി തകർക്കരുത് എന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത്. കാരുണ്യത്തിന്റെ മുഖം തന്നെയാണ് ഈ സമരത്തിന്റെ ആരംഭം മുതൽ ഇന്നും ഈ സഭ, നമ്മുടെ അതിരൂപതാധ്യക്ഷൻ അഭിമന്യ പിതാവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവാണത്. ഉളുപ്പുണ്ടോ നീലങ്കാവിൽ പിതാവ് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ? അന്ന് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മാർ ആൻഡ്രൂസ് താഴത്ത് അമലയിലെയും ജൂബിലിയിലെയും നേഴ്സിംഗ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു. ശമ്പളം കൂട്ടാൻ സൗകര്യമില്ല, സർക്കാർ കൂട്ടട്ടെ എന്ന് മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം ആവർത്തിച്ചു. ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം നടത്തുന്നവരോട് ഇത് പറയാനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചത്? അന്ന് അരമനയുടെ മുമ്പിലേക്ക് സമരം നടത്തി അരമനയ്ക്ക് തടസ്സമുണ്ടാക്കാതെ മാറി നിന്നു. ആ സമരം മുമ്പോട്ട് പോയപ്പോൾ പിതാവും അരമനയും ഞെട്ടി. ഒടുവിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. അല്ലാതെ അടിച്ചോടിക്കാൻ ഒരു പദ്ധതിയും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അടിച്ചോടിച്ചാൽ പേടിച്ചു പോകുന്നവരുമല്ല. പിതാവ് പറയുന്നത് പോലെ പോലീസിന്റെ ലാത്തി കാണുമ്പോൾ, കേസ് കാണുമ്പോൾ പേടിച്ചു പോകുന്നവരാണ് UNA പ്രവർത്തകർ എന്ന ധാരണ ആദ്യം മാറ്റുക. 2011 മുതൽ ജയിലിൽ കിടന്നും അടികൊണ്ടും കള്ളക്കേസിൽ പ്രതിയായും തന്നെയാണ് UNA നേഴ്സുമാരുടെ അവകാശം ഇതുവരെ പിടിച്ചു വാങ്ങിയത്. പിതാവിനറിയാം 2011 UNA സമരം നടത്തിയതുകൊണ്ടാണ് അന്തസ്സായി ജീവിക്കാനുള്ള പണം ഈ ജൂബിലി ആശുപത്രി കൊടുത്തത്. ഇത്രയും വലിയ ദൈവവചനം പറയുന്ന നാട്ടുകാരുടെ ചെലവിൽ കെട്ടിപ്പൊക്കി ഈ ആശുപത്രി എന്തുകൊണ്ടാണ് 2012 UNA സമരം പ്രഖ്യാപിക്കുന്നത് വരെ ശമ്പളം കൊടുക്കാതിരുന്നത്? അന്നു മുതൽ 2023 വരെ ജൂബിലി ആശുപത്രി നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് UNA സമരം നടത്തിയിട്ടാണ്. ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് വിസമ്മതിക്കുന്നു. ജൂബിലിയിൽ മാത്രമല്ല സമരം, 500ഓളം ആശുപത്രികളിൽ സമരം നടത്തി. അവരെല്ലാവരും ശമ്പളം വർദ്ധിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ശമ്പള വർധനവിന് ഒപ്പിട്ടത് അമലയാണ്. ജൂബിലി മാത്രമാണ് എതിർക്കുന്നത്. ഈ ശമ്പള വർധനവിന് ഒപ്പിട്ട ആശുപത്രികൾ ഭൂരിഭാഗവും ക്രൈസ്തവ മാനേജ്മെന്റ് ആശുപത്രികളാണ്. അവർക്കൊക്കെ പറ്റുമായിരുന്നു, നിങ്ങൾക്ക് പറ്റില്ല. ഈ ജൂബിലിയിൽ മാത്രം സമരം ചെയ്യുന്നു എന്ന് നുണ പറയുന്നു. ജൂബിലി മാത്രമാണ് അഹങ്കാരത്തോടെ നേഴ്സുമാർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മാത്രം സമരം തുടരുന്നത്. വിശ്വാസികൾ പോലും നിങ്ങളോടൊപ്പമല്ല, ഈ പാവപ്പെട്ട നേഴ്സുമാർക്കൊപ്പമാണ് എന്നതിന് തെളിവാണ് നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു ജനസാഗരവും അവിടെ എത്താതെ പോയത്. ഇത്രയും ആവേശത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് നരകത്തിലേക്ക് സീറ്റ് ബുക്ക് ചെയ്ത മാർ ടോണി നീലങ്കാവിൽ പിതാവിനോട് ഒരു ചോദ്യമുണ്ട്. അങ്ങയുടെ സഹോദരൻ ബെന്നിയാണല്ലോ ജൂബിലിയുടെ CEO. എത്ര രൂപയാണ് ബെന്നിക്ക് ശമ്പളം കൊടുക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതിമാസം 5 ലക്ഷം രൂപയാണ് ഈ ടോണി പിതാവ് തൻ്റെ സഹോദരനെ അവിടെ തിരികെ കയറ്റി ശമ്പളം കൊടുക്കുന്നത്. നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് വഴി ആശുപത്രി പൂട്ടിപ്പോകുമെങ്കിൽ പിതാവ് ആദ്യം ശമ്പളം കുറയ്ക്കേണ്ടത് സ്വന്തം സഹോദരൻ്റെയാണ്. സ്വന്തം സഹോദരനെ അവിടെ തിരികെ കയറ്റി ആ സഹോദരനെ 5 ലക്ഷം രൂപ വരെ പ്രതിമാസം ശമ്പളം കൊടുത്ത് പാവപ്പെട്ട നേഴ്സുമാർ ജീവിക്കാൻ ശമ്പളം കൂട്ടിത്തരണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന പിതാവെ, അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന തിരുപ്പട്ടത്തെ ഓർത്ത് വേദനയുണ്ട്, ദുഃഖമുണ്ട്. സ്വന്തം കുടുംബം നന്നാവട്ടെ, പാവപ്പെട്ട നേഴ്സുമാരുടെ കുടുംബം മുടിഞ്ഞു പോകട്ടെ എന്നത് ഏതുതരം ദൈവികതയിൽ സൃഷ്ടിച്ചെടുത്തതാണ്. പിതാവെ, അങ്ങ് കരഞ്ഞു കുമ്പസാരിച്ചു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം സഹോദരനെ, വിശ്വാസികളുടെ അധ്വാനത്തിന്റെ ഫലം മൃഷ്ടാന്നം ഭുജിക്കാൻ സ്വന്തം സഹോദരന്റെ വായിലേക്ക് തിരികെ കൊടുത്തിട്ട് പാവപ്പെട്ട നേഴ്സുമാരെ അപമാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെ അങ്ങിങ്ങനെ അപമാനിക്കരുത്. സങ്കടത്തോടെ പറഞ്ഞതാ. എനിക്ക് എപ്പിസോഡിൽ ഏറ്റവും അധികം ദുഃഖമുണ്ടാക്കിയത് കാഞ്ഞിരപ്പള്ളി മെത്രാൻ മാർ ജോസ് പുളിക്കലിൻ്റെ പ്രസംഗമാണ്. കാരണം ഞാൻ ആ രൂപതാംഗമാണ്. മാത്രമല്ല മാർ ആൻഡ്രൂസ് താഴത്തിനെ പോലെയോ മാർ നീലങ്കാവിനെ പോലെയോ സ്വാർത്ഥത ലവലേശമില്ലാത്ത ദൈവികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് മാർ ജോസ് പുളിക്കൽ. സമ്പന്ന കുടുംബത്തിലെ ഏക അവകാശിയായിട്ടും ആ സ്വത്തോ സുഖജീവിതമോ വേണ്ടെന്ന് വെച്ച് വൈദിക വൃത്തിയിലേക്ക് വരികയും നന്മ നിറഞ്ഞ തിളങ്ങുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് രൂപതാധ്യക്ഷനെ മാറുകയും ചെയ്ത ഒരു ദിവ്യ വ്യക്തിത്വമാണ് മാർ പുളിക്കലിൻ്റേത്. മാർ പുളിക്കൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. മാർ പുളിക്കലിൻ്റെ ജീവിതം ആത്മീയ പ്രകാശം ഉയർത്തുന്നതാണ്. അങ്ങനെ ഒരു ബിഷപ്പ് ഈ കെണിയിൽ വീണുപോയതിൽ, ഇവിടെ കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞതിൽ വലിയ വേദനയുണ്ട്. മാർ പുളിക്കലിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇതായിരുന്നു. കൃത്യമായ നിയമവിധേയം കൊടുക്കേണ്ട നോട്ടീസുകൾ കൊടുക്കാതെ സ്വാഭാവികമായിട്ടും ഒരു അനീതി ഉണ്ടെങ്കിൽ അവിടെ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനൊക്കെയുള്ള അവകാശമുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വാഭാവികമായ അവകാശമാണ്. അനീതി നടക്കുന്നുണ്ടെങ്കിൽ
നിയമപരമായിട്ട് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു കൃത്യമായ നിയമവും പാലിക്കാതെ നോട്ടീസ് നൽകാതെ ക്രിട്ടിക്കൽ കെയറിലുള്ള 100 കണക്കിന് ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിൽ മടിയില്ലാതെ പിറന്നു വീണ കുഞ്ഞിന് കരുതലിന്റെ വലിയ കരം നീട്ടി കൊടുക്കേണ്ട സമയത്ത് അത് മുഴുവനും അവഗണിച്ചിട്ട് ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം മാതാപിതാക്കളാണ് മരണത്തോട് മല്ലടിച്ച് അവസാന ശ്വാസത്തിന് മുമ്പ് കുറച്ചുകൂടിയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ നമ്മൾ മറക്കുമോ? അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയറിൽ കഴിയുന്ന ICUവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന 100 കണക്കിന് ആളുകളെ യാതൊരു പരിഗണനയും കൂടാതെ ഒരു നോട്ടീസും കൊടുത്ത് അറിയിക്കാതെ ആശുപത്രി അധികൃതർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് അവസരം കൊടുക്കാതെ തെരുവിലേക്ക് ഇറങ്ങിയത് ശരിയാണോ? ഇതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഇറങ്ങുന്നതിനകത്തുള്ള മെഡിക്കൽ എത്തിക്സ് എന്താണ്? UNAയുടെ സംഘടനയിൽ അംഗങ്ങളായിരുന്നവർ പോലും അതിലേക്ക് ഇറങ്ങാതെ ആത്മാർത്ഥതയോടുകൂടി അർപ്പണബോധത്തോടുകൂടി അവിടെ ഇന്നും ശുശ്രൂഷ ചെയ്യുന്നു. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും അറിയില്ലാതെ ആർക്കോ വേണ്ടി കുഴലൂതുന്നത് കേട്ടിട്ട് ഉണ്ടാകാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ എന്തിനോ വേണ്ടി ഇറങ്ങി തിരിച്ച പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, എനിക്ക് അവരെ കുറിച്ചൊന്നും സഹതാപം കൊണ്ട് പറയാനായിട്ട് മറ്റൊന്നും കൊണ്ട് പറയാനില്ല. രോഗികളെ വഴിയാധാരമാക്കിയെന്ന് എവിടെയാണ്? UNA സമരം ചെയ്യുമ്പോൾ 3 പേർ സമരം ചെയ്യാറില്ല. UNA ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ല. അതൊന്നും UNAയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല. ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാനോ ആശുപത്രി അടച്ചുപൂട്ടാനോ UNA വിചാരിച്ചാൽ എളുപ്പത്തിൽ സാധിക്കും. 25,000-ഓ 50,000-ഓ പേരെ ഈ ആശുപത്രിക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നേരിടാനുള്ള കരുത്ത് UNAയ്ക്കുണ്ട്. ഒരു രോഗിയുടെയും ജീവൻ നഷ്ടപ്പെടരുതേ എന്ന് വിചാരിച്ച് മര്യാദയോടുകൂടിയാണ് UNA സമരം ചെയ്യുന്നത്. വിധ്വംസ ശക്തികളാണ് എന്ന് പിതാവ് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ജാസ്മിൻ ഷാ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലായതുകൊണ്ടാണോ? അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട നേഴ്സുമാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഞാനും ഈ വിധ്വംസക ശക്തിയുടെ ഭാഗമാണെന്ന് പിതാവിന് പറയാൻ പറ്റുമോ? എൻ്റെ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ച് പിതാവിന് നേരിട്ടറിയാവുന്നതാണ്. ആരോ ഒരുക്കിയ കെണിയിലേക്ക് എന്തിനാണ് ഞങ്ങളുടെ പിതാവ് ചെന്ന് ചാടിയത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പിതാവിന് വാട്സാപ്പിലേക്ക് എൻ്റെ വേദനയും പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. പുളിക്കൽ പിതാവ് ഈ കെണിയിൽ വീണുപോയതാണെന്ന് എനിക്ക് തീർച്ച. എല്ലാ പിതാക്കന്മാരോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇത് നീതിയുടെ സമരമാണ്. നിങ്ങൾ അടിമകളായ ദൈവവിരോധികളെ ഇറക്കി ഈ പാവപ്പെട്ട നേഴ്സുമാരെ തടയിടാൻ ശ്രമിച്ചാലും യേശുക്രിസ്തുവിൻ്റെ കാവൽ ഈ മാലാഖമാർക്കൊപ്പമാണ്. ഇവർ സമരം വിജയിക്കും. ജീവിക്കാനുള്ള ശമ്പളം നേടിയേ സമരം അവസാനിപ്പിക്കൂ. അമലയിൽ സമരം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നുണ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി അതിനെ നേരിടാൻ തയ്യാറായിരുന്നുള്ളുക. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്നവരല്ല UNA പ്രവർത്തകർ. ഈ സമരത്തിൻ്റെ വിജയം നീതിയുടെ വിജയമാണ്. അതിനോടൊപ്പമായിരിക്കും യേശു ക്രിസ്തു എന്ന് തീർച്ച. നാളെ നിങ്ങൾ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികളൊക്കെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും വിശ്വാസികളുടെ പുതിയ തലമുറ നിങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ നല്ലത്.